ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റാണ്. ഇത് വെച്ചിട്ട് മാത്രം A4 പീസാണ്. കളർ A4 എടുക്കാം കേട്ടോ. സാധാ ഗ്ലൂ എടുക്കാം. ഈ ഒരു ഗ്ലൂ ഉണ്ടെങ്കിൽ ഈ ഒരു ഗ്ലൂ എടുക്കാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ തുറക്കുക, അത്രേ ഉള്ളൂ. ഇത് അടിയിലുള്ള ഈ സാധനം ഇങ്ങനെ പൊന്തിച്ചാൽ മതി. അപ്പോൾ സാധനം പൊന്തി വരും. ഇങ്ങനെ അടിയിലോട്ട് തത്തിയാൽ അടിയിലേക്ക് ഇങ്ങനെ താങ്ങും. അത്രേ ഉള്ളൂ. ഇത് എത്ര വേണമെങ്കിലും അടിക്ക് താങ്ങും കേട്ടോ. ഇത് തീരുന്ന വരെ അടിക്ക് താങ്ങും. ഇത് ഇവിടെ ഇങ്ങനെ നിൽക്കും. എന്താ നിന്ന് ഇവിടെ അറ്റം പോകും കേട്ടോ. ഇനി പൊന്തിക്കണമെങ്കിലോ പൊന്തിക്കാൻ നല്ല സിമ്പിളാണ്. വേറെ പൊന്തി വരും. എല്ലാം പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു A4 എടുത്തിട്ട് ഒരു ഇത്ര ഭാഗം എടുക്കുക. എന്നിട്ട് അവിടെ ഗ്ലൂ ആക്കി കൊടുക്കുക. ഇത് ഞാൻ എടുക്കാൻ കാരണം മറ്റേത് കാണാത്ത ആവുന്നതും ഇത് മറ്റേതാണെങ്കിൽ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ചിലപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ തള്ളും. ഇതാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഏതായാലും മതി. ആൻഡ് ഇതിങ്ങനെ എടുക്കുക. ഞാൻ വിചാരിച്ചിരുന്നു ഇത് ഗ്ലൂ കൊണ്ടോട് ഉണ്ടാക്കാമെന്ന്. പിന്നെ ഈ ഒരു പേപ്പർ ഇടുക. ആൻഡ് ഈ ഒരു സ്ക്വയറിൽ നമ്മൾ ആക്കിയില്ലേ അവിടേക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഒരു സ്ക്വയറിൽ നിങ്ങൾ ഒട്ടിച്ചോളി കേട്ടോ. അപ്പം ഇങ്ങനെ കിട്ടും. അപ്പം ഇങ്ങനെ കിട്ടും. നമുക്ക് എല്ലാ രൂപത്തിൽ കിട്ടും. അങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടുന്ന സാധനം എന്താക്കണം പറയാം. ഈ നമ്മൾ ഒട്ടിച്ചത് ഏതെങ്കിലും എഴുതരുത്. ഇതുപോലെ ഇങ്ങനെ മടക്കുക ഇങ്ങോട്ട്. ആൻഡ് ഇനി ഈ നമ്മൾ ആക്കാത്ത ഭാഗം ഇങ്ങോട്ടിങ്ങനെ മടക്കുക. പിന്നെ നേരത്തെ അരി ഇങ്ങോട്ട് മടക്കുക, ഇങ്ങോട്ട് മടക്കുക. അങ്ങനെ മുഴുവൻ ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് മുഴുവൻ പെട്ടെന്ന് ഫിനിഷ് ചെയ്തെടുത്താലോ. ഇപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്യാനായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇപ്പം ഇതാ ഇത്തിരി നമുക്ക് ഇവിടെയും ബാക്കിയുണ്ട്, ഇവിടെയും ബാക്കിയുണ്ട്. കട്ട് ചെയ്യല്ല കേട്ടോ. അത് ഒന്ന് ജസ്റ്റ് ഗ്ലൂവിനോട് ഇങ്ങനെ വിട്ട് ഇത്തിരി ആക്കിയാൽ മതി. അപ്പം തന്നെ നല്ല ഒട്ടോ. ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് ഒട്ടിക്കുക. അതേപോലെ അത്രയും വലിയൊരു സാധനത്തിൽ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇത്ര കിട്ടിയിട്ടുള്ളൂ. നമുക്ക് അടുത്ത പീസ് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഗായ്സിൻ്റെ A4 കഴിഞ്ഞു. അപ്പം ഇതിന് ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെ എനിക്ക് കുറച്ച് ചെറിയ പേപ്പേഴ്സ് ഞാൻ മുറിച്ച് വെച്ചിരുന്നു. അതിനോട് നമുക്ക് ഉണ്ടാക്കാൻ വലിയത് ഇതിനേക്കാളും കിട്ടുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇതൊന്നിങ്ങനെ വയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കി എത്രയാവും. അപ്പോൾ ഒരു ഐഡിയ ഉണ്ട്. ഇത്തിരി നമുക്ക് ജസ്റ്റ് ഒന്ന് വശാക്കിയിട്ട് നമുക്കത് കൂട്ടി ഒട്ടിക്കാം. ജസ്റ്റ് ഒന്ന് ഇത്തിരി വശാക്കി കേട്ടോ. ഇത് അത്ര ജസ്റ്റ് വശാക്കിയാൽ മതി. അപ്പം തന്നെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വലിയ പീസായില്ലേ. വലിയ പീസായി. നമുക്ക് ഇതും അതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. കുറച്ച് ചെറുതാണ്. നമുക്ക് വെന്തെടുക്കാം. നമ്മൾ പറഞ്ഞപ്പോഴേക്കോ രണ്ടും ഇങ്ങനെ ഒട്ടിക്കിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കത് നേരത്തെ പോലെ ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഗായ്സ് ഞാനിത് മുഴുവൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് ഒട്ടിച്ചായി.
ഇത് അത്ര റെഡി ആയിട്ടില്ല സൈസൊന്നും, അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ നിന്ന് അടിയിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് നല്ല വ്യൂ അടിപൊളിയായിരിക്കും. അപ്പം ഞങ്ങൾ ടാറ്റ പറഞ്ഞു പോവാണ് ഗൈസ്. ടാറ്റ. അപ്പോൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞെടുക്കുന്നു. ഇറ്റ്സ് ലയൺ. ടാറ്റ.